എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ. അതായത് മെമ്പർഷിപ്പ് ലൈവ്, എൻ്റെ പോനെ മെമ്പർഷിപ്പ് ലൈവിനെതിരെ തെറി വിളിച്ച് എൻ്റെ ഉമിനീര് പറ്റി. കുറേ നാളായിട്ട് ഞാനിങ്ങനെ മെമ്പർഷിപ്പ് ലൈവിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ പ്രമുഖ യൂട്യൂബറൊക്കെ രേണുസുധിയുടെ കുത്സിതങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഇമാതിരി അലവലാദികളുടെ കുത്സിതങ്ങളൊന്നും ആരും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും പ്രതികരിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ഇവളുമാരുടെയൊക്കെ കുത്സിതങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ പ്രതികരിക്കാത്തതെന്നും അറിയില്ല. അപ്പൊ ഇവിടെ പറയാനായിട്ട് വരുന്നത് നമ്മുടെ വഞ്ചിത നായരെ കുറിച്ചിട്ടാണ്. എന്റെ പൊന്നോ, ഇത്രയും നാൾ വഞ്ചിത നായരായിരുന്നു. ചേട്ടത്തിക്കാരി ഒരു വിധത്തില് സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ചേട്ടത്തിക്കാരി അനിയത്തിക്കാരിയെക്കാളും വയലന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. പണം സമ്പാദിക്കാനായിട്ട് എന്തിനടേ ഇങ്ങനെ ജീവിക്കുന്നത്? നാണോ മാനോ ഇല്ലടെ, പോയി തൂങ്ങിച്ചവിടെ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. പണത്തിന് വേണ്ടിയിട്ട് എന്ത് പോകൃതനങ്ങളും കാണിക്കുന്ന കുറച്ച് നീച ജന്മങ്ങള്, അങ്ങനെ തന്നെ പറയണം ഇവറ്റകളെയൊക്കെ. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ കാണുന്നതാണ് കുറെ അവളുമാര് വന്നിട്ട് മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് ഇപ്പൊ വന്നാൽ ഇപ്പൊ കാണാം, പിന്നെ വന്നാൽ പിന്നെ കാണാം, നാളെ വന്നാൽ നാളെ കാണാം, മറ്റന്നാ വന്നാൽ അതിന്റെ പിറ്റന്നാ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്വയം എന്താ പറയുക, സ്വന്തം ശരീരത്തെ ഒരു പ്രോഡക്റ്റ് ആക്കിയിട്ട് അതിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് വായിൽ നാവിടാതെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ വരൂ, ഇപ്പൊ തന്നെ എടുക്കൂ, ഇപ്പൊ തന്നെ കാണാം, ഉഷാറാക്കാം, മൂടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വല്ലാത്ത ജന്മങ്ങൾ തന്നെയാണ്. ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഇത്തരത്തില് മെമ്പർഷിപ്പ് ലൈവിന്റെ ഇതൊക്കെ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും. ഇപ്പം ഏതെങ്കിലും ഒരാള് വന്നിട്ട് അവരുടെ ചാനലിൽ മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് അവർ പറയും. ഇതേ അനിയത്തിയും ചേട്ടത്തിയും കൂടെ ഒരുമിച്ച് വന്ന് കിടന്ന് മെമ്പർഷിപ്പ് ലൈവിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ്. ആളുകളെ ഇങ്ങനെ വിളിച്ചു കയറ്റുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൊക്കെ ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ, ആ ബസ് സ്റ്റാൻഡിലെ കണ്ടക്ടർമാരായിട്ടുള്ള ചെറുക്കന്മാർ നിന്നിട്ട് വാ കയറി ഇന്നടുത്ത് പോകുന്നു കയറി വേഗം കയറി ഓടിക്കേറി വാ വേഗം വാ എന്നും പറഞ്ഞ് കിടന്നിട്ട് എന്നും പറഞ്ഞിട്ട് കിടന്ന് വണ്ടിയിലേക്ക് കൂടുതൽ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് വിളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് എന്റെ ശരീരത്തിലെ തടിപ്പും മുഴുപ്പും എല്ലാം കാണിച്ചു തരാം, വേഗം വാ എന്നും പറഞ്ഞിട്ട് രണ്ട് അഴിച്ചു വിട്ട കാളകൾ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് കേട്ടപ്പോഴുണ്ടല്ലോ മനം മറിച്ചു പോവാണ്. ഛർദ്ദിക്കാൻ കാർക്കിച്ച് അണ്ണാക്കിൽ തുപ്പിക്കൊടുക്കാൻ തോന്നുകയാണ്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിനക്കൊക്കെ നാണമില്ലേടി? നിനക്കൊക്കെ നാണമില്ലേ സത്യത്തില്? പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരഭാഗങ്ങള് ആണുങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ കാണിക്കുന്ന തന്തയില്ലായ്മ എന്ന് തന്നെ പറയണം. കഷ്ടം തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഇവളുമാരുടെ ആ ഒരു വിളിയുണ്ടല്ലോ, മുറവിളി, അതൊരിത്തിരി കണ്ടിട്ട് വരാം. ലൈവിന് വരാൻ പോവാണ്. നാളെ നമ്മൾ പൊളിച്ചെടുക്കാൻ പോണേ. അമ്മ അതിലടാ സ്പെഷ്യൽ ലൈവ് കാണാൻ അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ പൊളിച്ചെടുക്കാൻ. നമുക്ക് സ്പെഷ്യൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ രണ്ടാളും സ്പെഷ്യൽ ലൈവ് വെക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത ലൈവ് കാണാൻ താല്പര്യം. ഇതിൽ പ്രത്യേകം വെച്ചാൽ അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. സ്പെഷ്യൽ ലൈവ് ഇതുകൊണ്ട് മാത്രം തീർന്നില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ആ അനിയത്തി പെണ്ണിനെ ഉണ്ടല്ലോ കുറേ കാലം കൊണ്ട്, ഫസ്റ്റിലെ ഈ അനിയത്തി പെണ്ണായിരുന്നു ഇതെല്ലാം തുടങ്ങി വെച്ചത്. ഇപ്പൊ കുറേ കാലം കൊണ്ട് ചേട്ടത്തി അതിനപ്പുറമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചേട്ടത്തിയുടെ വീഡിയോസൊക്കെ കണ്ടാലുണ്ടല്ലോ മാനം മറിച്ചു പോകും. ആർക്കാണെങ്കിലും ശരിക്കും ഈ ഒരു ചേട്ടത്തിക്കാരുടെ വീഡിയോ ഒക്കെ കണ്ടാലുണ്ടല്ലോ കുറ്റിപ്പുളക്ക് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അപ്പോൾ അമ്മ അതിന് വൃത്തികെട്ട രീതിയിൽ എത്രത്തോളം ഒരു വ്യക്തിക്ക് താഴാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നാണ് ഇവളുമാരുടെയൊക്കെ വീഡിയോസ് എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, സമൂഹത്തിൽ ഒരു നിലയും വിലയില്ലാത്ത ജന്മങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള കുത്സിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അപ്പോൾ എന്തായാലും ഇതൊക്കെ രണ്ടെണ്ണം കൂടി കാണിച്ചു കൂട്ടുന്ന എന്ത് വൃത്തികേടുകളാണെന്ന് ഓർത്തു നോക്കൂ. അതൊന്നുമല്ല ശരിക്കും ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ അനിയത്തിയും ചേട്ടത്തിയും കൂടി ഒരുമിച്ച് മെമ്പർഷിപ്പ് നടത്തുകയാണ്. മെമ്പർഷിപ്പ് ലൈവ് ചീലയോ കോണാനോ വല്ലതും കാണുമോ ആവോ? ഇതിൽ ആരാണ് കൂടുതൽ ഹോട്ടാവുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇനി മെമ്പർഷിപ്പ് ലൈവിന്റെ പേരിൽ വന്നിട്ട് ലെസ്ബിയൻ കളിക്കാനാണോ എന്നും അറിയില്ല. എനിക്ക് അതും ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. മെമ്പർഷിപ്പ് ലൈവിന്റെ പേരിൽ വന്നിട്ട് ആളിനെ വിളിച്ചു കൂട്ടിയിട്ട് അനിയത്തിയും ചേട്ടത്തിയും കൂടി ലെസ്ബിയൻ കളിക്കാനായിരിക്കും ചിലപ്പോൾ ഉദ്ദേശം. അപ്പോൾ കൂടുതൽ ആളുകൾ കയറുമല്ലോ. ഈ പറയുന്ന എനിക്ക് പണ്ടേ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കാക്കയുടെ വിശപ്പും മാറും പിന്നെ എന്തോ കടിയും മാറും, അങ്ങനെ ഏതാണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് എനിക്ക് അവിടെ പറയാനായിട്ട് തോന്നുന്നത്.
ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരുടെ അച്ഛനും വരുന്നുണ്ടെന്ന് മെമ്പർഷിപ്പ് ലൈവിനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് അച്ഛനും വരുന്നുണ്ടെന്ന്. അതായത് ഈ രണ്ട് പെണ്ണുങ്ങളും ചേർന്നിട്ട് മെമ്പർഷിപ്പ് ലൈവിനെ ഒരു ലെസ്ബിയൻ മൂഡിലേക്ക് കൊണ്ടുവന്ന് അതിനെ അങ്ങ് കൊഴുപ്പിക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ അപ്പൻ എന്താണ് സ്ഥാനമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്വന്തം അപ്പനെ കൂടി മുന്നിൽ ഇരുത്തിയിട്ടാണ് ഇതൊക്കെ രണ്ടെണ്ണവും മെമ്പർഷിപ്പ് ലൈവിൽ വന്നിട്ട് ലെസ്ബിയൻ കളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു അപ്പന് ഒരു മിഡിൽ ഫിംഗർ നമസ്കാരം തന്നെ കൊടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടെണ്ണത്തിന് ഉണ്ടാക്കിയ നേരത്തിന് വല്ല തെങ്ങോ പ്ലാവോ അതുപോലെ മരച്ചീനി വെട്ടാലും വേണ്ടില്ലായിരുന്നു, പന്നിക്കെങ്കിലും കുത്തി കഴിക്കായിരുന്നു. ഇത് ഒന്നിനും കൊള്ളാത്ത സമൂഹത്തെ വഴിതെറ്റിക്കാനുള്ള രണ്ട് ജന്മങ്ങൾ, അത്രേ പറയാനുള്ളൂ. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.